വിഴിഞ്ഞം സമരസമിതിയുടെ റോഡ് ഉപരോധത്തെ പരിഹസിച്ച മാധ്യമങ്ങളോടും സർക്കാരിനോടും കേരളത്തിന്റെ പൊതുബോധം സൃഷ്ടിച്ചെടുക്കുന്നതിൽ ചാനലുകൾക്കും ചാനൽ ചർച്ചകളിൽ ബുദ്ധിജീവികൾ എന്ന ഭാവേന വന്നിരിക്കുന്നവർക്കും വലിയ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക വാർത്തകളും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് റിപ്പോർട്ട് ചെയ്യുക. വാർത്തയ്ക്ക് വേണ്ടി അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ പോലും അവർ മുൻപേ തീരുമാനിച്ചുറപ്പിച്ച് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന വിധത്തിലായിരിക്കും. ജീവന്റെയും കിടപ്പാടത്തിന്റെയും നിലനിൽപ്പിനു വേണ്ടി പോരാടുന്ന വിഴിഞ്ഞത്തെ തീരദേശവാസികളോടും ഒട്ടുമിക്ക മാധ്യമങ്ങളും പുലർത്തുന്നതും ഇത്തരം മനോഭാവമാണ്. അതിന്റെ ഭാഗമെന്നോണം ഇന്നലെ നടന്ന റോഡ് ഉപരോധത്തിന്റെ പേരിൽ വിഴിഞ്ഞം സമരത്തിൽ പങ്കെടുത്തവരെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയാണ് പല മാധ്യമങ്ങളും സ്വീകരിച്ചത്. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പാർട്ടി സമ്മേളനങ്ങൾക്ക് വേണ്ടി മണിക്കൂറുകൾ റോഡ് ഉപരോധിക്കുമ്പോഴും ചില ഭക്താനുഷ്ഠാനങ്ങളുടെ ഭാഗമായി പൂർണ്ണമായി റോഡ് ഗതാഗതങ്ങൾ തടസ്സപ്പെടുത്തുമ്പോഴും യാതൊരു വൈഷമ്യവും തോന്നാത്ത മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും വിഴിഞ്ഞം സമരസമിതി ഇന്നലെ നടത്തിയ റോഡ് ഉപരോധം ഉറക്കം കെടുത്തി പോലും. അതായത് ചിലർ റോഡ് ഉപരോധിച്ചാൽ ആഹാ, മറ്റു ചിലരാണെങ്കിൽ ഓഹോ. ഈ ആഹായ്ക്കും ഓഹോയ്ക്കും ഇടയിലുള്ളത് ചില നിക്ഷിപ്ത താല്പര്യങ്ങളാണ് എന്ന് മാത്രം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ അശാസ്ത്രീയ നിർമ്മാണത്തിന്റെ പേരിൽ സ്വന്തം വീടും പറമ്പും തൊഴിലും തൊഴിൽ കേന്ദ്രങ്ങളും കളിസ്ഥലങ്ങളുമെല്ലാം കടൽ കൊണ്ടുപോകുമ്പോൾ അവരൊന്ന് പ്രതികരിക്കാൻ പോലും പാടില്ല എന്നാണ് ചില മാധ്യമങ്ങളുടെ പക്ഷം. 3 മാസം ആർക്കും ഒരു ഉപദ്രവവും ഇല്ലാത്ത വിധത്തിൽ സമരം നടത്തിയിട്ടും ധിക്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ കേരളത്തിലെ ഭരണകൂടം പ്രശ്നപരിഹാരത്തിന് വേണ്ടി ആത്മാർത്ഥമായ ഒരു ശ്രമം നടത്താതെ വന്നപ്പോഴാണ് സഹികെട്ട് തീരദേശ ജനതയ്ക്ക് പൊതു റോഡുകളിലേക്ക് സമരം വ്യാപിപ്പിക്കേണ്ടി വന്നത്. കേരളത്തിലെ മിക്ക ചാനലുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. അവർ ഒരു കാര്യത്തോടും നീതി പുലർത്താറില്ല. ഒരു വിഷയത്തിനും ഒരു തീർപ്പുണ്ടാക്കുന്നത് വരെ ഫോളോ അപ്പ് ചെയ്യാറില്ല. അവർ കുറെ നാൾ സരിതയുടെ കൂടെയായിരുന്നു, പിന്നെ അത് സ്വപ്നയായി, പിന്നെ കുറച്ചു നാൾ പട്ടികളുടെ പിന്നാലെയായി, കുറച്ചു കഴിഞ്ഞപ്പോൾ ടൂറിസ്റ്റ് ബസിന്റെ പുറകെ, ഇപ്പോൾ ഇതാ ഒരാഴ്ചയായി രാവും പകലും നരബലിയുടെ പുറകെ. ഇങ്ങനെ യാതൊരു സാമൂഹ്യ പ്രതിബദ്ധതയും കാണിക്കാത്ത മാധ്യമങ്ങൾക്ക് വിഴിഞ്ഞം ദുരിതബാധിതരോട് എങ്ങനെ ആത്മാർത്ഥമായ താല്പര്യം കാണിക്കാൻ കഴിയും? തിരുവനന്തപുരത്ത് എൻഡോസൾഫാൻ ദുരിതത്തിന്റെ ഇരകൾക്ക് വേണ്ടി പോരാടുന്ന ദയാഭായ് എന്ന സാധു സാമൂഹ്യ പ്രവർത്തകയുടെ ജീവൻ പോലും അപകടത്തിലായിട്ടും അവർക്കത് അത്ര പ്രാധാന്യമുള്ള വാർത്തയല്ല. കാരണം അവരെ സംബന്ധിച്ച് അത് അത്ര സെൻസേഷണൽ ന്യൂസ് അല്ല. ആ വാർത്ത അവർക്ക് ചാനൽ റേറ്റിംഗിൽ ഉയർച്ച നൽകില്ല. അതേസമയം സമരരംഗത്ത് വല്ല ലൂസി ചേച്ചിയും സരിതയും ഒക്കെ ആണെങ്കിലോ റേറ്റിംഗ് കുതിച്ചുയർത്തുന്ന തരത്തിൽ റിപ്പോർട്ടിംഗ് ആയി, അതിനു പിന്നാലെ ചാനൽ ചർച്ചകളായി, അഭിമുഖങ്ങൾ തേടി വനിതാ കമ്മീഷൻ, സ്ത്രീ സംഘടനകൾ, ഫെമിനിസ്റ്റുകൾ എന്നിവരുടെ പിന്നാലെ. പക്ഷേ ഇതിപ്പോൾ പാവം കുറെ മത്സ്യത്തൊഴിലാളികളായി പോയി സമരരംഗത്ത്. എന്തായാലും റേറ്റിംഗും നിക്ഷിപ്ത താല്പര്യങ്ങളും മാത്രം ലക്ഷ്യം വെച്ച് മുന്നേറുന്ന മാധ്യമങ്ങൾക്ക് അർഹിച്ച മറുപടി തന്നെയാണ് ഇന്നലെ പൊരിവേലി തിരിന്ന് ഒരു മത്സ്യത്തൊഴിലാളിയായ ഒരു സഹോദരി നൽകിയത്. സോഷ്യൽ മീഡിയയിൽ ഒരൊറ്റ ദിവസം കൊണ്ട് ജനലക്ഷങ്ങൾ കേട്ട ആ സന്ദേശം ഇതാ. സഹോദര, ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഭവനം നഷ്ടപ്പെട്ടു, ഞങ്ങൾ കളിച്ചു വളർന്ന കടല് തീരമാണ്, ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ആണുങ്ങൾ കടലിൽ ജോലിക്ക് പോയ ആ ഏട്ടനെ ഞങ്ങൾ എവിടെ കൊണ്ടുവയ്ക്കും? അല്ല, വേറെ കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോ ഇങ്ങനെ റോഡ് ഉപരോധിച്ചാൽ ഇപ്പൊ നമ്മുടെ മണിക്കൂറുകൾ പിന്നിടുകയാണ്. അപ്പൊ മറ്റ് ആശുപത്രിയിലേക്ക് പോകേണ്ട ആളുകൾ, കോളേജ് വിദ്യാർത്ഥികൾ, അവർക്ക് റോഡിൽ തടഞ്ഞു നിന്ന് അവരൊക്കെ ബുദ്ധിമുട്ടുകയാണ്. അപ്പം ബുദ്ധിമുട്ടായപ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേദന. ഞങ്ങൾ ഗോഡൌണിൽ വർഷങ്ങളായി കിടന്നപ്പോൾ നിങ്ങൾക്ക് ആർക്കും കണ്ണതില്ലേ നോക്കാൻ വേണ്ടി? നിങ്ങൾ ഒരു ദിവസം ഇറങ്ങി വന്ന് നോക്ക്. ഞങ്ങളുടെ സഹോദരങ്ങൾ കിടക്കുന്നത് സിമന്റ് ഗോഡൌണുകളിലാണ്. നിങ്ങൾക്ക് കഴിയാൻ പറ്റുമോ? നിങ്ങളുടെ ഭാര്യയും പ്രായപൂർത്തിയായ മക്കളെയും വെച്ച് ഒരു റൂമിൽ കഴിയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? എങ്കിൽ ഞങ്ങൾ ഈ സമരം ഇപ്പം പിൻവലിക്കാം.
നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ്. എന്റെ ഭർത്താവ് കടലിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വസ്ഥമായിട്ട് ഒന്ന് കടപ്പുറത്ത് പോയി ഭക്ഷണം കഴിച്ചിട്ട് വിശാലമായി കിടന്ന് ഉറങ്ങിയ കടലിന്റെ മണ്ണ് ഇപ്പൊ ഇല്ല ഞങ്ങൾക്ക്. ഞങ്ങളുടെ ആണുങ്ങൾ എവിടെ പോകും? ഇന്ന് ഞങ്ങളുടെ മക്കൾ മൊബൈലിലിട്ട് കുത്തുന്നു. ഞങ്ങൾക്ക് കളിക്കാൻ, ഞങ്ങളുടെ മക്കൾക്ക് കളിക്കാൻ കളിസ്ഥലമില്ല. ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ എവിടെ വിടും? നിങ്ങൾ ഞങ്ങൾക്ക് അതിന് മറുപടി താ. ഇതിനകത്ത് ഇപ്പോൾ നിങ്ങളുടെ 5 ആവശ്യങ്ങൾ, അതായത് നിങ്ങൾ 7 ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. അതിനകത്ത് 5 കാര്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഇതെല്ലാം പറയുന്നത് തന്നെ അത് മീഡിയയിൽ പറയുന്നത്. എങ്കിൽ ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ മാറി തന്നേനെ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യം തന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് ജോലിയും കൂലിക്കും പോകാതെ മക്കളെ സ്കൂളിൽ വിടാതെ ഞങ്ങൾ ഈ വെയിലത്ത് വന്ന് കുത്തിയിരിക്കാൻ വേണ്ടി ഞങ്ങളുടെ തലയിൽ വണ്ടോടുന്ന? ഇതെന്തോന്ന് സഹോദരൻ? നിങ്ങൾ, ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പോയി അന്നത്തിന്റെ അടുത്തിരിക്കുവോ? വിശന്ന വയറിനോട് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കരുത്. ഞങ്ങൾ കടലിന്റെ മക്കളാണ്. അന്ന് പ്രളയം വന്നപ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ഉദ്യോഗസ്ഥർ ഇറങ്ങി പോയില്ല, മന്ത്രിമാർ ഇറങ്ങി പോയില്ല? നിങ്ങളുടെ ജനത്തെ വോട്ടിട്ട് ജയിപ്പിച്ചെന്ന ജനത്തെ രക്ഷിക്കാൻ പോകാത്ത എന്ത്? അന്ന് കടലിന്റെ മക്കളെ വേണമായിരുന്നു. അന്ന് കടലിന്റെ മക്കള് അവരുടെ ഏറ്റനങ്ങളും കൊണ്ട് വന്ന് നഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് പോലും അവർക്ക് നിങ്ങൾ ഒരു ചില്ലി പൈസ കൊടുത്തില്ല. ഞങ്ങളത് ചോദിക്കാൻ വന്നില്ല. ഞങ്ങൾ ധീരതയുള്ള മക്കളാണ്. ഞങ്ങളുടെ ആണുങ്ങളുടെ കൂടെ നിങ്ങൾ നീന്താൻ വേണ്ടി ഇറങ്ങടാ, നീന്താൻ വേണ്ടി. എന്റെ സഹോദരങ്ങളോട് നിങ്ങൾക്ക് ഈ കടലമ്മയുടെ മല്ലിടാൻ നിങ്ങൾക്ക് പറ്റൂല. ഞങ്ങളുടെ ആണുങ്ങൾ ഞങ്ങൾക്ക് പോയാൽ തിരിച്ചു വരൂടെ? അതിനുള്ള കഴിവുണ്ടേ ഞങ്ങൾക്ക്. ഞങ്ങളതാണ് നിങ്ങളുടെ കളി. ഞങ്ങൾ നിങ്ങളുടെ ഗവൺമെന്റിന്റെ ഒരു സാധനവും പിടിച്ചു പറിക്കാൻ വന്നതല്ല. ഒന്നുറപ്പാണ്, വിഴിഞ്ഞത്തെ തീരദേശ ജനതയുടെ ആത്മവീര്യത്തെ തളർത്താനോ തകർക്കാനോ ഇവിടുത്തെ അവസരവാദികളായ രാഷ്ട്രീയക്കാർക്കോ നിക്ഷിപ്ത താല്പര്യം വെച്ചു പുലർത്തുന്ന മാധ്യമങ്ങൾക്കോ കഴിയില്ല. കാരണം അതവരുടെ അതിജീവനത്തിനുള്ള ജീവൻ മരണ പോരാട്ടമാണ്. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവനെ തോൽപ്പിക്കാൻ എളുപ്പമല്ല എന്ന സത്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചാൽ കേരള സർക്കാരിന് നന്ന് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. മറക്കരുത് സർക്കാരെ, നിങ്ങൾ തന്നെയല്ലേ അവരെ കേരളത്തിന്റെ സൈന്യം എന്ന് വിളിച്ച് ആദരിച്ചത്. അതിനാൽ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കുകയെങ്കിലും ചെയ്യാതിരുന്നുകൂടെ? ഈ പറഞ്ഞത് ഇവിടുത്തെ അവസരവാദ മാധ്യമങ്ങളോട് കൂടിയാണ്. വിഴിഞ്ഞം പ്രശ്നം ക്രൈസ്തവരുടെ മാത്രമായി ചിത്രീകരിക്കുന്ന സർക്കാരിനോട് ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തട്ടെ. പച്ചക്കൊടി പിടിച്ചപ്പോൾ ആലപ്പുഴയിൽ കളക്ടറിനെ മാറ്റിയ നിങ്ങളാണ് തീരദേശ ജനതയുടെ ഒരു പൊതു പ്രശ്നത്തെ വർഗീയവൽക്കരിച്ച് മുതലെടുക്കാൻ ശ്രമിക്കുന്നത്. കഷ്ടമെന്നല്ലാതെ എന്ത് പറയാൻ?